BJP നയിക്കുന്ന NDAക്ക് ക്രിട്ടിക്കൽ മാസ് ബേസ് ഉണ്ടാകണം. ഐഡിയോളജിക്കൽ ബേസ് ഉണ്ട്, ഒരു എലൈറ്റ് സെക്ഷൻ്റെ നല്ലൊരു ബേസ് ഉണ്ട്. പക്ഷേ കേരളത്തിൽ ഇപ്പോൾ അറിയാമല്ലോ, 3,34,00,000 ആൾക്കാരാണ്. അതിൽ 2,70,00,000 പേര് വോട്ടേഴ്സാണ്. അപ്പോൾ നമ്മൾ അതിനെ സാമൂഹികപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ അനലൈസ് ചെയ്യുമ്പോൾ BJPക്ക് വളർച്ചയുണ്ട്, തീർച്ചയായിട്ടും വളർച്ചയുണ്ട്. 35 ലക്ഷത്തോളം വോട്ടേഴ്സ് BJPക്ക് കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം ക്രിട്ടിക്കൽ വോട്ട് ഷെയർ, ഇപ്പോൾ സോഷ്യൽ ബേസ് എടുത്ത് നോക്കിയാൽ തന്നെ ഇപ്പോൾ ഹിന്ദു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കഷ്ടിച്ച് 51% ഉള്ളൂ. സെൻസസിൽ 55 എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വാസ്തവത്തിൽ അതില്ല. അതിൻ്റെ കാരണങ്ങൾ പലതുണ്ട്. അത് എന്തുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ പറ്റാത്തത്? പക്ഷേ ഞങ്ങൾക്കറിയാതെ 50-51% ഉള്ളൂ. ശക്തമായ മുസ്ലിം സമുദായം 27.5% 28% 17% വ്യക്തമായിട്ട് ക്രൈസ്തവരുണ്ട്. അത് ഔദ്യോഗികമായ അംഗീകാരമാണ്. പക്ഷേ ദളിത് ഇവരെല്ലാം ജനറലി ഹിന്ദുസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ അതിനകത്ത് ദളിത് ക്രിസ്ത്യൻസ് സൈസബിൾ ആയിട്ടുണ്ട്. അവരെ ഹിന്ദുസ് ആയിട്ട് കണക്കാക്കുന്നതുകൊണ്ടാണ് ഈ 54.5 വരുന്നത്.